വചനമൊഴി മാർച്ച് 8. വചനഭാഗം റോമ 3:21-26, മത്തായിയുടെ സുവിശേഷം 6:9-15. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷത്തിൽ ഈശോ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ചും എപ്രകാരം പ്രാർത്ഥിക്കണമെന്നും ഉള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് ഈശോ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ഈശോ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നാം സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ചത്. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനാണ് ഈശോ പഠിപ്പിച്ചത്. ആദിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവമക്കളായി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. മക്കൾക്കാണ് പിതാവിന്റെ ഛായയും സാദൃശ്യവും ഉള്ളത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വചനം പറയുന്നുണ്ട്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് കർത്താവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, അങ്ങനെ ആണു താനും. ദൈവത്തിന്റെ സന്നിധിയിൽ മക്കൾ എന്ന സ്ഥാനത്ത് നിൽക്കുവാൻ മനുഷ്യകുലത്തെ സൃഷ്ടിച്ചു. മക്കളുടേതായ ദൗത്യം നിർവഹിച്ച് ജീവിക്കുവാനായിരുന്നു. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ദൈവമക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തി ഈശോ മിശിഹായിലൂടെ അത് വീണ്ടെടുത്തു. അതുകൊണ്ടാണ് ഈശോ മിശിഹായിൽ നാം ദത്തുപുത്രരാണ് എന്ന് പറയുന്നത്. സത്താപരമായി ദൈവത്തിന്റെ പുത്രനായിരിക്കുന്നത് ഈശോ മിശിഹ മാത്രമാണ്. എന്നാൽ സൃഷ്ടിയിൽ ദൈവത്തിന്റെ മക്കളുടെ സ്ഥാനത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യകുലം. മനുഷ്യനായിരിക്കുക എന്നതിന്റെ മഹത്വം തിരിച്ചറിയുവാനും ആ മഹത്വത്തിനൊത്ത് ജീവിക്കുവാനും സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച് സഹോദരങ്ങളുമായി രമ്യതയിൽ ജീവിച്ച് തിന്മയിൽ നിന്ന് അകന്ന് ജീവിച്ച് വിശുദ്ധിയിൽ വളരുവാൻ സ്വർഗരാജ്യത്തിന്റെ ഹിതം ഭൂമിയിൽ നടപ്പിലാക്കുവാൻ മക്കൾ എന്ന നിലയിൽ നമുക്ക് കടമയുണ്ട്. ദൈവമക്കൾ എന്ന സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കുവാനും സഹോദരങ്ങളുമായി രമ്യതയില് ജീവിച്ച് തിന്മയിൽ നിന്ന് അകന്ന് ജീവിച്ച് ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും എത്തിക്കുക. അതാണ് മക്കൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ കടമ. ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച് വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് വിശ്വസ്തയോടെ ജീവിച്ചുകൊണ്ട് ദൈവഹിതം ഭൂമിയിൽ നിറവേറ്റുവാൻ ഉപകരണങ്ങളായി വർത്തിക്കുവാൻ മക്കളുടേതായ ദൗത്യം നിറവേറ്റുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.